അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ താരീഖ് അഖ്ലാഖിന്റെ 2023 ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 2-3 വർഷങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ സംഘടിപ്പിച്ച് അതിലെ ചോദ്യോത്തരങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അത് നമുക്ക് പരീക്ഷ കുറച്ചും കൂടിയും ഒരു കോൺഫിഡൻസ് കിട്ടാനും കഴിയും. അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക. ഒരു 4-5 വർഷങ്ങളുടെ ചോദ്യപേപ്പർ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. തൗഫീഖ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം ചേർത്തി എഴുതാം. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം. ഇത് താരീഖിലെ ഒന്നാമത്തെ പാഠാണ്. ഒരുപാട് തവണ ചോദ്യപേപ്പറിൽ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഇതെല്ലാവരും പഠിക്കണം. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആത്മരക്ഷ. ഇതാണ് ഉത്തരം, ആത്മരക്ഷ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിന് പറയും. ഈ ചോദ്യവും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ഈ യുദ്ധത്തിന് പറയുന്ന പേരാണ് ഗസ്വ. നബി തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധത്തിന് സരിയ എന്നും പറയും. ഇതൊക്കെ 1-ാം പാഠത്തിൽ തന്നെ പഠിക്കുന്നതാണ്. അടുത്ത 3, മദീനയിലെ ജൂത ഗോത്രമായിരുന്നു ബനു ഖുറൈള. ബനു ഖുറൈള. അടുത്തത്, ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം. റുമാത്ത്, ജബലു റുമാത്ത്. റുമാത്ത് പറഞ്ഞാൽ എറിയാന്നാണ്. അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ഏതാണ്? ജബലു റുമാത്ത്. എറിയുന്നവർക്കാണ് റുമാത്ത് അറിയാം. അടുത്തത് 5, ഖന്തക്ക് യുദ്ധത്തിന്റെ മറ്റൊരു പേര്. കൂട്ടം കൂട്ടമായി വന്നതിനാൽ അഹ്സാബ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഉത്തരം? അഹ്സാബ്. അടുത്ത ശരി അടയാളപ്പെടുത്താനാണ്. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത്. ഇതിന് നമുക്ക് ട്രിക്കൊന്നുമില്ല. ഇത് നമ്മൾ അതേപോലെ കാണാതെ പഠിക്കണം. ഖൈബറിൽ ആരാണ് മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത്? അലി റളിയല്ലാഹു അൻഹു. അടുത്തത്, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലേ അറിയാണ്ട്. ആ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഖൈബറിലെ നേതൃത്വം നൽകിയ അലി റളിയല്ലാഹു അൻഹു കിട്ടും. ധീരൻ അലി പറന്നാനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ. അടുത്ത്, മക്ക വിജയം നടന്ന മാസം. മക്ക വിജയം നടന്ന മാസം മുഹറം, സഫർ, റമദാൻ. ഏതാ ശരി? റമദാൻ. അടുത്ത്, ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഡാഷ്. ത്വായിഫ്, ഹുദൈബിയ, മിസ്ർ. മിസ്ർ പറഞ്ഞ ഈജിപ്ത്. അതൊന്നും ഏതായാലും ആവില്ല അല്ലെ. പിന്നെ ത്വായിഫാണ്. ഏതാ ശരി? ത്വായിഫ്. അടുത്ത 4, റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ആരാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു. അടുത്ത്, സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം. ഹിജ്ർ. 3-ാമത്തെ ചോദ്യം യോജിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം. തബൂക്ക്, മുഹമ്മദ് ബിൻ ഇദ്രീസ്, മാതുരീദി, ജിറാനത്ത്, മുഅത്തത്ത്. ഏതാ ശരി ഉത്തരം? ജിറാനത്ത്. അടുത്ത, ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഏത്? മുഅത്തത്ത്. 2. അടുത്തത്, റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം. അതേതാണ്? തബൂക്ക്. തബൂക്ക് സ്ഥലത്താണ് റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായി. അത് 4, ഷാഫിഈ മദ്ഹബിന്റെ ഇമാം. വളരെ സിമ്പിളാണ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു. അടുത്ത 5, അബൂ മൻസൂർ മുഹമ്മദിൽ മാതുരീദി റളിയല്ലാഹു. നമ്മളെ വിശ്വാസ കാര്യങ്ങൾ ക്രോഡീകരിച്ചിരുന്നു. അടുത്തത് പൂരിപ്പിക്കാനാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ്. ഇവിടെ ഖദ് ഖലത്ത് മിൻ ഖബലിഹി റുസുൽ. 6 മാർക്കാണ് കേട്ടോ. 6 മാർക്ക്. ഒറ്റ ക്വസ്റ്റിന് 6 മാർക്ക്. 3 പൂരിപ്പിക്കാണ്ട് ഓരോന്ന് 2 മാർക്ക് വെച്ചിട്ട്. അടുത്തത്, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിജയത്തിന്റെ ആ സമയത്ത് കയറി വരുമ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനാണല്ലോ അല്ലേ. അപ്പൊ ആ പ്രഖ്യാപനാണത്. അഖ്ലാഖിന്റെ ഭാഗങ്ങളാണ്. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചതാണ്. തൗബ എന്ന് പറയുന്ന അവസാനത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക. ഞാനിത് വൃത്തിക്കൊന്നല്ല എഴുതിയിട്ടില്ല. നിങ്ങൾ ഇത് കണ്ട് എഴുതണ്ട, നല്ല വൃത്തിയിൽ എഴുതണം. ഞാനിത് ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് എത്തുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതണം.
2 ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക. 3 തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാക്കുക. ഈ 4 ഒഴിവാക്കുക. ഈ 4 എന്തിന്റെ ഉത്തരം? തൗബ ശരിയാവാനുള്ളതിന്റെ നിബന്ധനകൾ. അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഇതിന് 8 മാർക്കാട്ടോ. 4 എഴുതിയ 8 മാർക്ക് കിട്ടും. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്ത്? തൗബ. അടുത്ത് അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ, അത് ഇഖ്ലാസ്. അത് ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, എല്ലാവരും പഠിക്കുക. നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് എന്ത്? ഹൃദയം. എന്താണ്? ഹൃദയം. പിന്നെ മനുഷ്യരുടെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് ഏത്? നാവ്. അടുത്തത് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് എന്ത്? ക്ഷമ. നല്ല ക്ഷമ വേണം. അടുത്ത വ്യക്തമാക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയ്യത്ത്: എന്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എന്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. ഇതാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്തു. അടുത്തത് വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടതെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്ത വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചവർ സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും. അടുത്തത് അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതല്ലയോ? അതാണ് ഇതിന്റെ അർത്ഥം. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. എന്താണ്? റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. പിന്നെ ഉത്തരം എഴുതാം. കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് നല്ല സഹവാസിയുടെയും ചീത്ത സഹവാസിയുടെയും ഉപമ? കസ്തൂരി വാഹകനെയും ഉലയിൽ ഊതുന്നവരെയും പോലെയാണ്. ഉത്തരം നല്ല സഹവാസിയുടെയും ചീത്ത സഹവാസിയുടെയും ഉപമ. അടുത്ത ചോദ്യം, ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുന്നതാണ് എന്ത്? ശുക്ർ. അടുത്ത് കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അവൻ. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോ വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് ചർച്ച